നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് 12 ലെറ്റേഴ്സ് എന്ന ചൈനീസ് ഡ്രാമയുടെ 11ാമത്തെ എപ്പിസോഡാണ്. വീഡിയോയിലോട്ട് പോണേ മുമ്പ് ലൈക്ക് ചെയ്യാത്തവര് ലൈക്ക് ചെയ്തോളൂ, ഹൈപ്പ് ചെയ്യാത്തവര് ഹൈപ്പ് ചെയ്തോളൂ. എന്നാൽ പിന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. എപ്പിസോഡിന്റെ ആരംഭത്തിൽ പഴയ കാലമാണ് കാണിക്കുന്നത്, ഹീറോയിന്റെ കുട്ടിക്കാലം. അവള് സ്കൂളിൽ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് വീട്ടിൽ കുറെ ആൾക്കാർ കൂടി നിൽപ്പുണ്ട്. വീട്ടിൽ കൂടി നിൽക്കുന്ന ആൾക്കാരെല്ലാരും പറയുന്നത് ഇത്രയും നല്ല മനുഷ്യനെ വിട്ടിട്ട് ആ പെണ്ണുമ്പിള്ള ഒളിച്ചോടി പോയെന്ന് വളരെയധികം മോശമായിട്ട് ഹീറോയിന്റെ അമ്മയെ പറ്റിയാണ് എല്ലാരും സംസാരിക്കുന്നത്. എന്നാലും നമുക്ക് സത്യം എന്താണെന്ന് അറിയത്തില്ല. പുറമേ നോക്കുമ്പോൾ അയാൾ നല്ലൊരു മനുഷ്യനാണ്, എന്നാൽ അകമേ അയാൾ വളരെയധികം മോശപ്പെട്ട ഒരു മനുഷ്യനാണ്. ഇത് ബാക്കിയുള്ള ആൾക്കാർക്കൊന്നും അറിയത്തില്ല. അതുകൊണ്ടാണ് ഇയാളെ സപ്പോർട്ട് ചെയ്ത് എല്ലാവരും സംസാരിക്കുന്നത്. ഹീറോയിൻ വീട്ടിന്റെ അകത്ത് കയറി വരുമ്പോൾ അച്ഛന്റെ അമ്മയുടെ കല്യാണം ഫോട്ടോ തറയിൽ കിടക്കാണ്, ചില്ലൊക്കെ പൊട്ടിയിട്ട്. അത് ഹീറോയിൻ തുടച്ച് വൃത്തിയാക്കും. രാത്രിയാകുമ്പോൾ അച്ഛൻ വീട്ടിലോട്ട് വരും. അച്ഛൻ ആകെ ദേഷ്യപ്പെട്ടിട്ടാണ് വരുന്നത്. അച്ഛൻ അവിടെ വന്നിരിക്കുമ്പോൾ ഹീറോയിനും അടുത്തോട്ട് വരും. ഇയാൾ ആദ്യം ഈ കുട്ടിയോട് ദേഷ്യപ്പെടുമെങ്കിലും പിന്നെ അമ്മളെ വിട്ട് പോയി മോളെ എന്ന് പറയും. അച്ഛന്റെ സങ്കടം കണ്ടിട്ട് ഹീറോയിൻ അച്ഛനെ കെട്ടിപ്പിടിച്ച് സമാധാനപ്പെടുത്തും. സാരമില്ല, നമ്മൾ മതി എന്ന് പറഞ്ഞിട്ട്. ഈ കുട്ടിയോട് ഈ അച്ഛൻ പറയുന്നത് അമ്മ ഒളിച്ചോടി പോയെന്നാണ്. പക്ഷെ സത്യം നമുക്കറിയില്ല. വീണ്ടും കഥയിലോട്ട് തിരിച്ചു വന്നാൽ ഹീറോയിൻ ആ പോലീസ് സ്റ്റേഷനിൽ തന്നെ ഇരിപ്പുണ്ട്. ഹീറോയിൻ ഇതുവരെ വിട്ട് കഴിച്ചിട്ടില്ല. ഹീറോയിൻ ഇവിടെ ഇരിക്കുന്നത് കാണുമ്പോൾ പോലീസുകാർ വന്ന് ചോദിക്കും എന്താ ഇവിടെ ഇരിക്കുന്നതെന്ന്. ഹീറോയിൻ പറയും ഹീറോയിനെ വിട്ടയക്കാതെ അവള് പോകത്തില്ല എന്ന്. എന്നാൽ ഇവർക്കൊരു പ്രൊസീജിയർ ഉണ്ട്, അത് കഴിയാതെ ഹീറോയിനെ വിട്ടയക്കാൻ പറ്റത്തില്ല. ഇതിപ്പോ പിറ്റേ ദിവസമാണ്. ഹീറോയിൻ കൈയൊക്കെ വെച്ച് കെട്ടിയിട്ടുണ്ട്, എന്നാൽ ഹീറോയിനെ പുറത്തിറക്കി വിടത്തില്ല. ഹീറോയിൻ ആ രാത്രിയും അവിടെ തന്നെ ഇരിക്കും. എല്ലാരും പോയിട്ട് ആ പോലീസ് സ്റ്റേഷനിൽ ഹീറോയിനെ കാത്തിരിക്കും. പിറ്റേ ദിവസം ഹീറോയിൻ ഒരു ജയിലിന്റെ പുറത്തു പോയിരിക്കും. ആ ജയിലിലാണ് ഹീറോയിനെ ഇട്ടേക്കുന്നത്. ഹീറോയിനെ കാത്തിട്ടാണ് അവിടെ ഇരിക്കുന്നത്. തലേ ദിവസം അവിടെ ഇരുന്നാണ് ഉറങ്ങിയിട്ടുള്ളത്. കുറച്ച് കഴിയുമ്പോൾ ഹീറോ പുറത്തോട്ട് ഇറങ്ങി വരും. ഹീറോയിനെ കണ്ട ഉടനെ ഹീറോയും അടുത്തോട്ട് ഓടി വരും. ഹീറോയിനും അടുത്തോട്ട് ഓടി വരും. ഹീറോയിന്റെ മുറിവ് നോക്കാൻ വരുമ്പോ ഹീറോ അവളുടെ കൈ പിടിച്ച് നോക്കും. അവളുടെ കയ്യിലെ മുറിവൊക്കെ മാറിയൊന്ന്. അവൾക്ക് ഒരുപാട് വേദനിച്ചോ. അവനോട് ക്ഷമിക്കാൻ പറയും. അവൻ കാരണമല്ലേ അവളുടെ കൈ പൊള്ളിയത്. അവൻ പ്രശ്നത്തിൽ ചാടിയോണ്ടല്ലേ അവള് രക്ഷിക്കാൻ വന്നത്. അതുകൊണ്ട് തന്നെ അവൻ അവളോട് ക്ഷമ പറയും. എന്നാൽ അതൊന്നും സാരമില്ല, അതൊരു മുറിവല്ലേ, അത് പതിയെ പൊറുക്കും, ഇപ്പൊ നമുക്ക് പോവാന്നും പറഞ്ഞ് അവൾ അവനെ സമാധാനപ്പെടുത്തി, അവൻ അവളെ സമാധാനപ്പെടുത്തി, രണ്ടുപേരും കൂടെ തോളത്ത് കൈയിട്ട് പോവും. ഹീറോയിൻ ആകെ തളർന്നിട്ടുണ്ട്. എന്തായാലും ഹീറോയാണ് അവളെ താങ്ങി പിടിച്ചോണ്ട് പോകുന്നത്. കുറച്ച് കഴിയുമ്പോൾ ഹീറോയിൻ അവന്റെ മുതുകത്ത് കയറും. ഹീറോ എടുത്തോണ്ട് പോകുന്നതാണ്. അവൾ ആകെ തകർന്നു പോയിട്ടുണ്ട്. ഭക്ഷണം പോലും കഴിക്കാതെ 2-3 ദിവസം പോലീസ് സ്റ്റേഷനിൽ നിരന്തരമായിട്ട് ഇരുന്നു. അതുകൊണ്ടാണ് അവൾ ഇത്രയധികം തളർന്നു പോയത്. ഹീറോ അവളെ എടുത്തോണ്ട് പോകുമ്പോൾ ഹീറോയിൻ അവന്റെ മുതുകത്ത് കിടന്നിട്ട് അവളുടെ അമ്മ അവൾക്ക് പാടി കൊടുക്കുന്ന താരാട്ട് പാട്ട് പാടും. ഇത് ഹീറോ ശ്രദ്ധിക്കുന്നുണ്ട്. കട്ട് ചെയ്താൽ കുറച്ച് ദിവസത്തിന് ശേഷമാണ് കാണിക്കുന്നത്. അവരുടെ തിയേറ്റർ വിറ്റിട്ടുണ്ട്. അവിടെ പുതിയതായിട്ടൊരു ഹോട്ടലാണ് വരാൻ പോകുന്നത്. ഹീറോ ഇത് നോക്കി നിൽക്കും, അവിടുത്തെ ബോർഡൊക്കെ മാറ്റുന്നത്. ഹീറോയ്ക്ക് ഒരുപാട് വിഷമമുണ്ട്, എന്നാൽ അതിലുപരി സമാധാനമുണ്ട്. ഇനി ആ ഗാങ്സ്റ്റേഴ്സ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങത്തില്ല. എന്നാൽ മൊട്ടേനെയും കളർ മുടിനെയും പുറത്തിറക്കും. അവരെ വെറുതെ വിടും. അതോർത്ത് ഹീറോയ്ക്ക് സമാധാനമുണ്ട്. അവൻ നല്ല രീതിയിൽ ജീവിക്കുമെന്ന് മനസ്സിൽ കരുതുന്നുണ്ട്. മൊട്ടയെ മനസ്സിൽ വിചാരിച്ചിട്ടെ. ഇതേ സമയം കൂട്ടുകാരി പെൺകുട്ടിയില്ലേ, അവളും അവളുടെ മുത്തശ്ശിയും കൂടെ കടയിൽ കച്ചവടം നടത്തും. അവള് കൂട്ടുകാരന് വേണ്ടി കാത്തിരിപ്പുണ്ട്. അവൻ വരാൻ വേണ്ടിയിട്ട് കാത്തിരിപ്പുണ്ട്. എന്തായാലും ഇവര് തമ്മിൽ കല്യാണം കഴിയും. അത് നമ്മൾ മുമ്പേ കണ്ടേയില്ലേ. അതുകൊണ്ട് നിങ്ങളെ എനിക്ക് പറ്റിക്കാൻ പറ്റിയില്ല. സാരമില്ല, ഞാൻ വേറെ എന്തെങ്കിലും പറഞ്ഞ് പറ്റിക്കും നിങ്ങളെ. കണ്ടോ. വീണ്ടും ഹീറോനെ കാണിക്കുമ്പോൾ ഹീറോ പുറത്തോട്ട് ഇറങ്ങി വരും. താഴെ പുതിയൊരു മനുഷ്യൻ വന്നിട്ടുണ്ട്, ഒരു പരിചയമില്ലാത്ത മനുഷ്യൻ. സൂക്ഷിച്ചു നോക്കുമ്പോൾ അത് സ്റ്റൈലനാണ്. സ്റ്റൈലൻ ഹീറോനോട് നന്ദി പറയാൻ വന്നതാണ്. അവന് ഒരുപാട് സന്തോഷമുണ്ട്. ഹീറോ കാരണമല്ലേ അവരെല്ലാവരും രക്ഷപ്പെട്ടത്. അതുകൊണ്ട് തന്നെ സ്റ്റൈലൻ ഹീറോനെയും വിളിച്ചോണ്ട് മുത്തശ്ശിയുടെ കടയിൽ വരും. അവർ രണ്ടുപേരും ഭക്ഷണം കഴിക്കും. സ്റ്റൈലൻ ഒരുപാട് നന്ദി പറയുന്നുണ്ട്. കുറച്ച് പൈസ എടുത്ത് ഹീറോയ്ക്ക് കൊടുക്കുന്നുണ്ട്. എന്നാൽ ഹീറോ അത് വാങ്ങത്തില്ല. എനിക്ക് വേണ്ടാന്ന് പറയും. ഹീറോ ഒരു ജോലി അന്വേഷിക്കുകയാണ് ഹീറോയിനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. അവന് ഇനി സ്കൂളിലൊന്നും പോകാൻ പറ്റത്തില്ല. ഈ സ്റ്റൈലന്റെ അമ്മ ഹീറോയ്ക്ക് വേണ്ടി സ്കൂളിൽ റിക്വസ്റ്റ് ചെയ്തായിരുന്നു ഹീറോനെ കൂടെ പഠിപ്പിക്കാനായിട്ട്. എന്നാൽ അവൻ കുറെ തവണ പ്രശ്നം ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ ഇനി ഹീറോനെ സ്കൂളിൽ കയറ്റത്തില്ല. അതുകൊണ്ട് അവൻ പണിയെടുക്കാൻ പോവാണ് ഹീറോയിന് വേണ്ടിയിട്ട്, ഹീറോയിനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇത് കേൾക്കുന്ന സ്റ്റൈലൻ എന്നാ പിന്നെ ഞാൻ എന്റെ അച്ഛന്റെ ബാറിൽ മാനേജറായി പണി തരാന്ന് പറയും. എന്നാൽ അവൻ ഇങ്ങനത്തെ പൈസയൊന്നും വേണ്ട, നേരായ രീതിയിൽ അവന് പൈസ ഉണ്ടാക്കണം. ആ ഒരു മൈൻഡ് സെറ്റാണ്. അതുകൊണ്ട് തന്നെ അത് വേണ്ടാന്ന് പറയും. സ്റ്റൈലൻ എന്തേലും ഉപകാരം അവർക്ക് ചെയ്തു കൊടുക്കണം. അതുകൊണ്ട് തന്നെ സ്റ്റൈലൻ പറയും എന്റെ അമ്മ എന്നെ ഒരു ട്യൂഷന് വിടുന്നുണ്ട്, കുറച്ചധികം പൈസ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, ഞാനും നന്നായിട്ട് പഠിക്കുന്നില്ല. ഹീറോയിന് നന്നായിട്ട് പഠിക്കാൻ പറ്റും, അവൾ നല്ല കഴിവുള്ള കുട്ടിയാണ്. എന്റെ കൂടെ വിടുവാണെങ്കിൽ അവൾ എന്തായാലും രക്ഷപ്പെടും, നല്ലൊരു കോളേജിൽ അഡ്മിഷൻ കിട്ടും. സ്റ്റൈലൻ പറയുന്നത് ഹീറോയിനെ കൂടെ സ്റ്റൈലന്റെ കൂടെ ട്യൂഷന് വിടാനാണ്. എന്തായാലും അമ്മ നല്ല രീതിയിൽ പൈസ കൊടുക്കുന്നുണ്ട്. ഇവ ശ്രദ്ധിക്കാതെ വായം തുറന്നാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഹീറോയിനെങ്കിലും ഉപയോഗം ഉണ്ടാവട്ടെ എന്നാണ് അവൻ പറയുന്നത്. ഹീറോ ഇതിന് സമ്മതിക്കും. ഹീറോയിന്റെ കാര്യം ആയതുകൊണ്ട് അവർക്ക് പൈസയുടെ ആവശ്യമൊന്നുമില്ല. എന്നാൽ ഇത് കണക്കത്തെ ഉപകാരമൊക്കെ ഹീറോ അക്സെപ്റ്റ് ചെയ്യും. അതുപോലെ ഹീറോ അക്സെപ്റ്റ് ചെയ്തു. പിന്നെ സ്റ്റൈലൻ പറയും ഇനി ഹീറോയിനെ ആര് സ്കൂളിൽ തൊടത്തില്ല, അവൾക്ക് പ്രൊട്ടക്ഷൻ ആയിട്ട് സ്റ്റൈലൻ കൂടെ കാണുമെന്ന്. അത്രയും ബഡീസ് ആയിട്ടുണ്ട് കേട്ടോ. സ്റ്റൈലൻ അത്രയും നന്ദിയുണ്ട്. മരിച്ചു പോകേണ്ട പയ്യനായിരുന്നു, ഹീറോ കാരണം രക്ഷപ്പെട്ടു. ഹീറോ ഈ വിവരം വന്ന് ഹീറോയിനോട് പറയും. ഹീറോയിന് സന്തോഷാവും. ഹീറോ പണിക്ക് പോവാന്ന് പറയും. ഹീറോ തൽക്കാലത്തേക്ക് പണിക്ക് പോയിക്കോട്ട്. അത് കഴിഞ്ഞ് ഹീറോയിൻ കോളേജിൽ പോയതിനു ശേഷം ഹീറോയിനെ കൂടെ കോളേജിൽ കയറ്റുമെന്ന് ഹീറോയിൻ പറയും. ഹീറോയിന് പിന്നെ കുറെ ആഗ്രഹങ്ങളുണ്ട്, വേറെ സ്ഥലത്തൊക്കെ പോകണം.
ആണോ എന്ന്. ഹീറോ പറയും ഞാൻ ഒരുപാട് പൈസ സമ്പാദിച്ചിട്ട് നിന്നെയും കൊണ്ട് ഓരോ സ്ഥലത്ത് കറങ്ങാൻ പോകുമെന്ന്. ഹീറോയിന് മഞ്ഞ് കാണാൻ പോകണം. ഹീറോയിൻ മഞ്ഞ് കാണാൻ കൊണ്ടുപോകുന്നു ചോദിക്കും. പൈസയാവുന്ന സമയത്ത് ഹീറോ അതിനെന്താ കൊണ്ടുവന്ന് പറയും. പിറ്റേ ദിവസം ഹീറോ പോർട്ടിൽ വന്നിട്ട് പണിയെടുക്കാൻ തുടങ്ങും. ഷിപ്പിൽ സാധനങ്ങൾ കൊണ്ടുവരും. അത് കയറ്റി ഇറക്കുന്നതും പിന്നെ കയറ്റി വെക്കുന്നതുമാണ് അവന്റെ പണി. അവൻ ഇത്രയും ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്നത് കാണുമ്പോൾ അവിടെ ഒരു അപ്പൂപ്പനുണ്ട്. ആ അപ്പൂപ്പൻ ഇങ്ങനെ പണിയെടുക്കുന്ന ആൾക്കാരുടെ തലവനാണ്. ഇവർക്കെല്ലാം കൂലി കൊടുക്കുന്ന ആളാണ്. ഹീറോനെ കാണുമ്പോൾ അയാൾക്ക് തോന്നും ഇവൻ ഇത്ര ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്നുണ്ട് പൈസയ്ക്ക് വേണ്ടിയിട്ടാണെന്ന്. അത് മനസ്സിലാക്കിയ അപ്പൂപ്പൻ ഹീറോനോട് പറയും കുറച്ച് ദിവസത്തിനകം ഒരു ഷിപ്പ് വരുന്നുണ്ട്, അതിനകത്തെല്ലാം ഫോറിൻ വസ്തുക്കളാണ്, അത് ഇറക്കുന്നതിന് എക്സ്ട്രാ പൈസ കിട്ടും. ഹീറോയ്ക്ക് പൈസയ്ക്ക് ആവശ്യമായിട്ട് നിൽക്കല്ലേ, അതുകൊണ്ട് തന്നെ ഹീറോയിൻ സമ്മതിക്കും ആ ഷിപ്പിൽ പണിയെടുക്കാന്ന്. ഷിപ്പിലല്ല പണിയെടുക്കുന്നത്, ആ ഷിപ്പിൽ ഫോറിൻ സാധനങ്ങൾ കൊണ്ടുവരും, അത് ഇറക്കി വെക്കുമ്പോൾ എക്സ്ട്രാ പൈസ കിട്ടും നാട്ടിലെ സാധനങ്ങളെ കാട്ടി. അതാണ് ഈ അപ്പൂപ്പൻ പറഞ്ഞത്. അതിന് ഹീറോ സമ്മതം കൊടുക്കും. ഇവര് തമ്മിൽ ബഡ്ഡീസ് ആയിട്ടുണ്ട്. ഹീറോയും വീട്ടിലിരുന്ന് കഷ്ടപ്പെട്ട് പഠിക്കാൻ തുടങ്ങും. അതുപോലെ തന്നെ ഹീറോ ഷിപ്പിൽ പണിയെടുക്കാൻ തുടങ്ങും. വെയിറ്റ് എടുക്കുന്ന ജോലിയില്ലേ, അതാണ് നമ്മുടെ നാട്ടിലെ പോലെ ആൾക്കാരെ മിരട്ടിയിട്ടല്ല അവർ ജോലി ചെയ്യുന്നത്. ഞാൻ ആരെ പറ്റിയ ഉദ്ദേശിച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഈ ഇടയ്ക്ക് ഒരു പ്രശ്നമായില്ലായിരുന്നോ, കാറൊക്കെ കൊണ്ടുവച്ച് ഇടിച്ചത്. എനിക്ക് അവരെ നന്നായിട്ട് അറിയാം. കാരണം നമ്മുടെ വീട്ടിന്റെ അവിടെ ഇത് കണക്ക് പ്രശ്നം നടക്കും. കടകളുള്ളതുകൊണ്ട്. എന്റെ കടയല്ല, വേറെ ആരുടെ കടയാണ്. അപ്പൊ ഈ കടക്കാര് പാവങ്ങൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അവരുടെ അത്രയും പൈസയൊന്നും കൊടുക്കാൻ കാണത്തില്ല എപ്പോഴും. അതുകൊണ്ടാണ് എനിക്ക് ഇതിനെപ്പറ്റി അറിയാവുന്നത്. അങ്ങനെ ആ ഷിപ്പ് വരുന്ന ദിവസം എത്തിക്കഴിഞ്ഞു. ഹീറോ നല്ല രീതിയിൽ വെയിറ്റ് ഒക്കെ എടുത്തു. അത് കഴിഞ്ഞ് പൈസ വാങ്ങും. ഏത് ആ അപ്പൂപ്പനില്ലേ, ഹീറോനോട് കമ്പനിയായ അപ്പൂപ്പൻ. ആ അപ്പൂപ്പനാണ് ഹീറോയ്ക്ക് പൈസ കൊടുക്കുന്നത്. ഹീറോ അപ്പൂപ്പനോട് ഹായും പറഞ്ഞ് പൈസ വാങ്ങിച്ച് പോവാൻ നിൽക്കുമ്പോൾ വേറൊരാൾ അങ്ങോട്ട് വരും. ഫോറിൻ സാധനങ്ങൾ കൊണ്ടുവന്നപ്പോൾ അതിനകത്തൊരു പെട്ടി ബാക്കിയുണ്ട്. അതിലുള്ള സാധനങ്ങൾ എല്ലാവർക്കും വിൽക്കുകയാണ്. ഹീറോ കുറച്ച് പൈസ കൊടുത്തിട്ട് 2 ബിസ്ക്കറ്റ് പെട്ടി വാങ്ങും. കുക്കീസ് ആണ്. അവരുടെ നാട്ടിൽ കുക്കീസ് ഇല്ല, ബിസ്ക്കറ്റേ ഉള്ളൂ. എന്നാൽ ഇത് കുക്കീസ് ആണ്. ഹീറോയിന് കൊടുക്കാനായിട്ട് ആ കുക്കീസ് വാങ്ങും. 2 പെട്ടിയുണ്ട്. ഹീറോയിന്റെയിലും ഫ്യൂച്ചറിലെ ഹീറോയിന്റെയിലും ഇരിക്കുന്ന ആ പെട്ടിയില്ലേ, അത് ഈ പെട്ടിയാണ്. അവരിപ്പം വാങ്ങിച്ച പെട്ടിയാണ്. ഹീറോ ഈ സാധനങ്ങൾ വാങ്ങിച്ച് നേരെ ഹീറോയിൻ ട്യൂഷൻ പഠിക്കുന്ന സ്ഥലത്ത് ചെല്ലും. ഹീറോയിൻ ഫ്രീ ആയിട്ടാണ് ട്യൂഷൻ പഠിക്കുന്നത്. സ്റ്റൈലന്റെ അമ്മ പേ ചെയ്ത് ആ ട്യൂഷന് ഹീറോയിനും കൂടെ ചേർന്നേ ഉള്ളൂ. അവൻ അവിടെ കാത്തു നിൽക്കുമ്പോൾ ഹീറോയിൻ പുറത്തോട്ട് ഇറങ്ങി വരും. ഇവന്റെ കയ്യിലിരിക്കുന്ന എന്തോ ഒരു പെട്ടി കണ്ടിട്ട് ഹീറോയിൻ ചോദിക്കും അതെന്താണെന്ന്. ഹീറോ ഞാൻ നിനക്ക് വീട്ടിൽ പോയിട്ട് പറഞ്ഞുതരാമെന്ന് പറയും. രണ്ടുപേരും കൂടെ വീട്ടിൽ വരും. ബിസ്ക്കറ്റ് പെട്ടി തുറന്ന് ഹീറോയിൻ ആദ്യം ബിസ്ക്കറ്റ് കൊടുക്കും. അവൾ കഴിച്ചു നോക്കും, അടിപൊളി ടേസ്റ്റ് ആണ്. ഹീറോയിൻ കഴിച്ചു നോക്കും, കൊള്ളാം. ഈ ബിസ്ക്കറ്റ് കഴിക്കുമ്പോൾ ഹീറോന്റെ മനസ്സിലോട്ട് ചിന്ത വരും, ഇപ്പൊ ഹീറോയിനും സ്റ്റൈലനും കൂട്ടായില്ലേ, ഒരേ ട്യൂഷനല്ലേ പഠിക്കുന്നത്, ഇനി ഭാവിയിൽ അവര് തമ്മിൽ കല്യാണം കഴിച്ചാലോ, അവരുടെ മോനാണെങ്കിലോ ഇനി അവർക്ക് മെസ്സേജ് ഇട്ടത് ആ മോന്റെ അച്ഛന്റെ പേരില്ലേ, ഒരു പേരിന് അവസാനം അച്ഛന്റെ പേര് കൊടുക്കത്തില്ലേ, അതിൽ സ്റ്റൈലന്റെ സർനെയിം ആണ് കൊടുത്തേക്കുന്നത്. അത് കാരണമാണ് ഹീറോയ്ക്ക് ഇത്രയും ഡൗട്ട്. ഹീറോയിനോട് ഈ ഡൗട്ടൊക്കെ പറയും. ഹീറോയിൻ അങ്ങനെയൊന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട് ഒരു ബിസ്ക്കറ്റ് എടുത്ത് അവന്റെ വായിൽ വെച്ച് കൊടുക്കും. അവൻ അത് കഴിച്ച് മിണ്ടാതെ അവിടെ കിടക്കും. ഹീറോ മനസ്സിൽ ഉറപ്പിക്കുന്നുണ്ട് എന്തായാലും ആ ലെറ്റർ ബോക്സ് കണ്ടുപിടിക്കണം, എന്നാലേ ബാക്കിയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഹീറോയിനോട് പറയുന്നുണ്ട് എന്തായാലും അവൻ ആ ലെറ്റർ ബോക്സ് കണ്ടുപിടിക്കുമെന്ന്. പിറ്റേ ദിവസം ഹീറോ വീണ്ടും പണിക്ക് വരും. അവിടെ പണിയുമ്പോൾ മറ്റേ അപ്പൂപ്പൻ അങ്ങോട്ട് വരും, മെയിൻ അപ്പൂപ്പൻ. ആ അപ്പൂപ്പൻ വന്നിട്ട് അവിടുത്തെ വേറൊരു പണിക്കാരനോട് കുറച്ച് വേസ്റ്റ് സാധനങ്ങളുണ്ട് അതൊക്കെ കൊണ്ട് കളയണമെന്ന് പറയും. ആ മനുഷ്യൻ ഒരുപാട് ക്ഷീണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹീറോ പറയും നിങ്ങൾ കൊണ്ട് കളയണ്ട, ഞാൻ കൊണ്ട് കളഞ്ഞോളാന്ന്. ഹീറോ ആ വണ്ടി വാങ്ങിച്ച് നേരെ ആക്രികളൊക്കെ കളയുന്ന സ്ഥലത്ത് വരും. ഈ സാധനങ്ങൾ കളയാനായിട്ട് കുറച്ച് ഇരുമ്പിന്റെ പ്ലേറ്റുകളാണ്. അത് കളയാനായിട്ട് വരുമ്പോൾ അവിടെ ഒരു പൂച്ച നിന്ന് കരയുന്നുണ്ട്. ഏത് പൂച്ച? ആ സ്വർണ്ണ പൂച്ചയില്ലേ. ഹീറോ പതിയെ ആ പൂച്ചയെ ചെന്നെടുക്കും. അത് നല്ല ഇണക്കമുള്ള പൂച്ചയാണ്. അതിനെ മാറ്റി വെക്കുമ്പോഴാണ് ഹീറോ കാണുന്നത് എന്തോ ഒരു സാധനം മൂടിയിട്ടിട്ടുണ്ട് അവിടെ. അതിന്റെ ആ മൂടി എടുത്ത് മാറ്റുമ്പോൾ അത് ആ ലെറ്റർ ബോക്സ് ആണ്. ഹീറോയ്ക്ക് ഒരുപാട് സന്തോഷമാവും. കൈവിട്ടു പോയ വള്ളി തിരിച്ചു കിട്ടിയിട്ടുണ്ട്. ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. ഹീറോ ഈ ലെറ്റർ ബോക്സ് എടുത്ത് നേരെ അവന്റെ വീട്ടിന്റെ അവിടെ വരും. ഹീറോയിനെ വിളിച്ച് പറയും. ഹീറോയിൻ നോക്കുമ്പോൾ ആ വലിയ ലെറ്റർ ബോക്സ് എടുത്ത് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഹീറോയിൻ പറയും വെയിറ്റ് ചെയ്യ്, ഞാൻ അങ്ങോട്ട് വന്നിട്ട് രണ്ടുപേർക്കും കൂടെ പിടിച്ചോണ്ട് വരാന്ന്. ഹീറോയിൻ ചെന്ന് രണ്ടുപേരും കൂടെ പിടിച്ച് ഇത് വീട്ടിൽ കൊണ്ടുവരും. ഈ ലെറ്റർ ബോക്സ് കുറച്ച് ചണിങ്ങിയിട്ടുണ്ട്. അതൊക്കെ നേരെയാക്കിയാലേ ഇതിനെ നേരെ ചോയി വെക്കാൻ പറ്റത്തുള്ളൂ. ഹീറോയിന് ടെൻഷനുണ്ട് ഇനി ഇത് നേരെ ആവുമെന്ന്. ഹീറോ പതിയെ ഒരു ചുറ്റിക്കയും കമ്പി എടുത്തോണ്ട് വന്നിട്ട് ആ ചണിങ്ങിയിരിക്കുന്ന സാധനം അടിച്ചു നോക്കാൻ തുടങ്ങും. പതിയെ അത് റെഡിയാവും. ഇപ്പൊ അത് നേരെ വെക്കാൻ പറ്റുന്നുണ്ട്. ഹീറോ ഇവിടെ വെച്ചാലോ എന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ പറയും വേണ്ട, ഇനിയിപ്പോ ഇവിടെ വെച്ചാൽ ഇത് വർക്കായില്ലെങ്കിലോ, അതുകൊണ്ട് തന്നെ നമുക്ക് ബുക്ക് സ്റ്റാളിന്റെ അവിടെ കൊണ്ടുവയ്ക്കാന്ന് പറയും. ഹീറോയും അതിനെ മാനിക്കും. ഹീറോയിൻ പറയുന്നത് കാര്യമാണെന്ന് അവൻ മാനിക്കും. പിറ്റേ ദിവസം ഹീറോയിനും കൂടെ ആ ലെറ്റർ ബോക്സ് എടുത്ത് ആ കടയുടെ സൈഡിൽ കൊണ്ടുവയ്ക്കും. കൊണ്ടുവച്ച് കഴിഞ്ഞ് ഹീറോയിൻ ആ കടയിൽ നോക്കുമ്പോൾ അവൾക്ക് ഒരുപാട് വിഷമവും. ഇപ്പൊ അവന്മാർ അകത്തായല്ലോ, അതുകൊണ്ട് തന്നെ ആ ഓണറിനെ തിരിച്ചു വരാം, ഇവിടെ കച്ചവടം തുടങ്ങാം. അവന്മാർ ഇനി എന്തായാലും ജീവിതകാലത്ത് പുറത്തിറങ്ങത്തില്ല, ആ ജയിലിൽ കിടക്കും. അത്രയധികം കുറ്റങ്ങൾ അവന്മാർ ചെയ്തിട്ടുണ്ട്. ഒരു കുട്ടിയെ തട്ടിക്കൊണ്ട് പോകുന്നെന്ന് പറയുമ്പോൾ അത് വലിയൊരു കുറ്റം തന്നെയാണ്. അതുമല്ല കൊലക്കുറ്റമുണ്ട്. മൊത്തത്തിൽ പറഞ്ഞാൽ ഇനി ഈ ജന്മത്തിലൊന്നും പുറത്തിറങ്ങാൻ പറ്റത്തില്ല. സന്തോഷമായി. രാത്രിയാകുമ്പോൾ ഹീറോയിൻ ട്യൂഷന് പോയിട്ട് ഇറങ്ങി വരും. പിറകെ തന്നെ സ്റ്റൈലനും ഉണ്ട്. സ്റ്റൈലൻ ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് ഹീറോയിനോട് സംസാരിക്കുന്നത്. ഞാൻ വീട്ടിൽ വരെ കൊണ്ടാക്കാന്ന് പറയും. എന്നാൽ ഹീറോയിൻ പറയും വേണ്ട, ഹീറോ ഇപ്പം വരുമെന്ന്. ഹീറോ അവിടെ തന്നെ നിപ്പുണ്ട് കേട്ടോ. ഹീറോയ്ക്ക് ഒന്നാമത് ഡൗട്ടാണ് ഇനിയിപ്പോ അവൻ ഈ പെൺകുട്ടീനെ വളച്ചെടുക്കുമെന്ന്. ഹീറോനെ കണ്ട ഉടനെ അവൻ കൈയെടുത്ത് കാണിക്കും. ആര്? സ്റ്റൈലൻ. അവൻ അവിടെ നിന്ന് പോകും. ഹീറോയിന്റെ അടുത്ത് വരും. ഹീറോന്റെ ഡൗട്ട് വീണ്ടും പറയും. ഹീറോയിൻ പറയും അങ്ങനെയൊന്നുമില്ല, അവന് കൂട്ടുകാരി
പെൺകുട്ടീനെ ഇഷ്ടമാണ്, അവൻ എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ അവനെ സഹായിക്കാം പഠിക്കാനായിട്ട്. മറ്റേ പെൺകുട്ടി നന്നായിട്ട് പഠിക്കുന്നതാണ് കൂട്ടുകാരി. അപ്പൊ കൂട്ടുകാരി കയറുന്ന സെയിം കോളേജിൽ തന്നെ സ്റ്റൈലിനും കയറണമെന്നുണ്ട്, അതിന് സഹായിക്കാന്നാണ് പറയുന്നത്. ഹീറോയ്ക്ക് ഇത് കേൾക്കുമ്പോൾ സമാധാനമാവും. അവന് വേറെ പെൺകുട്ടിയാണല്ലോ ഇഷ്ടം, ഹീറോയിനെ അല്ലല്ലോ. ഇവർ രണ്ടുപേരും കൂടെ നടന്ന് ആ ലെറ്റർ ബോക്സിന്റെ അവിടെ വരും. അവിടെ വന്നിട്ട് ഹീറോയിൻ അതിനകത്ത് എഴുതും, ഹീറോ പാവമാണ്, ഹീറോ എന്നെ ഒരിക്കലും ഉപദ്രവിക്കത്തില്ല, നിങ്ങൾക്ക് ചിലപ്പോൾ തെറ്റ് പറ്റിയതായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിരിക്കും, നിങ്ങൾക്ക് അത് അറിയാമെങ്കിൽ ഫുള്ള് പറ. അത് കഴിഞ്ഞിട്ട് ഹീറോ ആ ലെറ്റർ തട്ടിപ്പറിക്കും. ആ ലെറ്ററിൽ ഹീറോയിൻ കാണാതെ എഴുതും, വേറൊന്നുമല്ല, നിന്റെ അച്ഛൻ ആരാണ്, നിന്റെ അച്ഛൻ നിന്റെ അമ്മേനെ നന്നായിട്ടാണോ നോക്കിയെന്ന്. ഹീറോയ്ക്ക് അവള് നന്നായിട്ടിരുന്നാൽ മാത്രം മതി, അതുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചത്. അവൻ എഴുതി അതെടുത്ത് ലെറ്റർ ബോക്സിൽ കൊണ്ടിടും. രണ്ടുപേരും കൂടെ ആ ലെറ്റർ ബോക്സ് നോക്കിയിരിക്കും. അവിടെ ഇരിക്കുമ്പോൾ ഹീറോയിൻ പറയും, എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, ഒരുപാട് സ്ഥലത്ത് പോകണം, ലൈഫിൽ പിന്നെ റിഗ്രറ്റ് അടിക്കാൻ പാടില്ല എന്ന്. എന്തായാലും 50 വയസ്സിനുള്ളിൽ ഇതെല്ലാം ചെയ്തു തീർക്കും. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുമെന്ന് ഹീറോയിൻ ചോദിക്കും. ഹീറോ പറയും തമ്മി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കാന്ന്. ഹീറോയ്ക്ക് ഹീറോയിനെ നോക്കിയിരിക്കുമ്പോൾ സന്തോഷം കിട്ടും, അതുകൊണ്ടാണ് അവൻ അങ്ങനെ പറഞ്ഞത്. രണ്ടുപേരും കൂടെ ചിരിക്കും. പിറ്റേ ദിവസം ഹീറോന്റെ വീട്ടിലോട്ട് ആരോ വന്ന് കൊട്ടും. ഹീറോ ചെന്ന് തുറന്നു നോക്കുമ്പോൾ അത് സ്റ്റൈലന്റെ അച്ഛനാണ്. സ്റ്റൈലന്റെ അച്ഛനായതുകൊണ്ട് വിളിച്ചോണ്ട് അകത്ത് വരും. പുള്ളിക്കാരൻ കുറച്ച് പൈസ എടുത്ത് ഹീറോയ്ക്കും ഹീറോയിനും കൊടുക്കും. എന്നാൽ ഹീറോ വാങ്ങില്ല, പൈസ വേണ്ടെന്ന് പറയും. ഇത് കേൾക്കുന്ന സ്റ്റൈലന്റെ അച്ഛൻ പറയും, ഹീറോയിന്റെ അമ്മയും ഈ സ്റ്റൈലനുമായിട്ട് കൂട്ടുകാരായിരുന്നു, അതുകൊണ്ട് തന്നെ മൂത്തോര് പറഞ്ഞാൽ കേൾക്കണം, ഒന്നാമത് ഞാൻ നിന്റെ അമ്മയുടെ കൂട്ടുകാരനാണ്, അപ്പൊ ഞാൻ പറഞ്ഞാൽ കേൾക്കണമെന്ന് പറഞ്ഞിട്ട് ആ പൈസ എടുത്ത് കൊടുക്കും. ഹീറോയിൻ ഇത് കേൾക്കുമ്പോൾ ആകാംക്ഷയാവും, അമ്മയെ നിങ്ങൾ കൂട്ടുകാരായിരുന്നോ, എങ്ങനെയാണെന്ന് ചോദിക്കും. പുള്ളിക്കാരൻ പറയാൻ തുടങ്ങും, പണ്ട് ഹീറോയിന്റെ അമ്മ വർക്ക് ചെയ്യുന്ന ഫാക്ടറിയിൽ സ്റ്റൈലന്റെ അച്ഛൻ ചെന്നിട്ടുണ്ടായിരുന്നു, എന്നിട്ട് അവിടുത്തെ ക്യാഷ് പെട്ടിന്ന് ക്യാഷ് അടിച്ച് മാറ്റി. എന്നാൽ ആരും കാണാതെ പ്രശ്നം ഉണ്ടാക്കാതെ ഈ സ്റ്റൈലന്റെ അച്ഛനെ രക്ഷപ്പെടുത്തിയത് ഹീറോയിന്റെ അമ്മയാണ്. അവിടുത്തെ സെക്യൂരിറ്റി കാണാതെ പൈസ വാങ്ങിച്ച് തിരിച്ച് ആ പെട്ടിക്കകത്ത് തന്നെ ഇട്ടു. പയ്യനെ വെറുതെ ഇട്ടു, ഇല്ലെങ്കിൽ പോലീസ് പിടിച്ചോണ്ട് പോകത്തില്ലേ. അന്ന് സഹായിച്ചതാണ്. ഈ അമ്മയും സ്റ്റൈലന്റെ അച്ഛനുമായിട്ട് ഒരുപാട് പ്രായ വ്യത്യാസമുണ്ട്, അനിയനും ചേച്ചിയും പോലെയാണ് കേട്ടോ. അന്ന് തൊട്ടേ സ്റ്റൈലന്റെ അച്ഛൻ കടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നീട് ഈ സ്റ്റൈലന്റെ അച്ഛൻ ബിസിനസ് ഒക്കെ തുടങ്ങി വലിയ ആളായി മാറി. അത് കഴിഞ്ഞ് ഹീറോയിന്റെ അമ്മേനെ ചെന്ന് കണ്ടു. ഹീറോയിന്റെ അമ്മേനെ ചെന്ന് കണ്ടിട്ട് പുള്ളിക്കാരന്റെ കമ്പനിയിൽ ജോലി കയറാൻ പറഞ്ഞു. എന്നാൽ അമ്മ വേണ്ടാന്ന് പറഞ്ഞു. അതുമല്ല, ഇയാൾ ഒരു കഴിക്കുന്ന സാധനമാണ് കൊടുത്തത്, വേറൊന്നും അമ്മ വാങ്ങിച്ചിട്ടില്ല, പൈസയായിട്ടോ വേറൊന്നും ആയിട്ടോ. അന്ന് ഹീറോയിന്റെ അച്ഛൻ ജോലിക്ക് പോയിട്ട് തിരിച്ചു വന്നപ്പോ ഒരാണുമായിട്ട് നിന്ന് സംസാരിക്കുന്ന കണ്ടില്ലേ അമ്മ, അത് വേറെ ആരുമല്ല, അത് സ്റ്റൈലന്റെ അച്ഛനാണ്, അനിയനെ പോലെ കാണുന്ന പയ്യനായിരുന്നു. എന്നാൽ ഇയാൾ അത് തെറ്റിദ്ധരിച്ചു. ഹീറോയിൻ ഇത് കേൾക്കുമ്പോൾ മനസ്സിലാവും. എന്നാൽ ഹീറോയിൻ ചോദിക്കും, എന്റെ അമ്മ അത്ര നല്ല ആളാണെന്ന് എനിക്ക് തോന്നുന്നില്ല, ഫാക്ടറിയിൽ നിന്ന് പോയപ്പോൾ പൈസ അടിച്ചുകൊണ്ട് പോയില്ലേ. ഇത് കേൾക്കുന്ന സ്റ്റൈലിന്റെ അച്ഛൻ പറയും, ഒരിക്കലും നിന്റെ അമ്മ അങ്ങനെ ചെയ്തില്ല, ആൾക്കാർക്ക് ചിലപ്പോൾ മിസ്റ്റേക്ക് പറ്റിയതായിരിക്കും, ഞാൻ വലിയ ആളായിട്ട് എന്റെ ഫാക്ടറിയിൽ ഡബിൾ പൈസയ്ക്ക് വർക്ക് ചെയ്യാൻ ഞാൻ പറഞ്ഞു, എന്നാലും നിന്റെ അമ്മ വന്നില്ല, അതുകൊണ്ട് നിന്റെ അമ്മ പൈസയ്ക്ക് വേണ്ടി എന്തായാലും അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ നിന്റെ അച്ഛന് ഒരുപാട് കടങ്ങളുണ്ടായിരുന്നു, ഏകദേശം 1000 യുവാന് കടങ്ങളുണ്ടായിരുന്നു, ആ കടങ്ങളെല്ലാം ഞാനാണ് അടച്ചു തീർത്തതെന്ന്. സ്റ്റൈലിന്റെ അച്ഛൻ ഹീറോയിന്റെ അച്ഛന് വേണ്ടി കടം അടച്ചു തീർത്തു, ബെറ്റ് വെച്ചിട്ടാണ് ഇത്രയും കടം ഉണ്ടായത്. പക്ഷേ പുള്ളിക്കാരന്റെ എവിടെ നിന്നാണ് ഇത്രയും പൈസ, 1000 യുവാൻ എവിടെ നിന്നാണ് കിട്ടിയത്? ഒരിക്കലും സാധാരണക്കാരന്റെ അത്രയും പൈസ കാണില്ല ബെറ്റ് വെക്കാൻ പോലും. എന്തായാലും അയാൾ പോണതിന് മുമ്പ് ഹീറോയിനോടും പറയും, നിങ്ങൾ രണ്ടുപേരും ഇനി തൊട്ട് എന്റെ ഫാമിലിയാണ്, ഞങ്ങളുടെ ഫാമിലി നിങ്ങൾക്ക് കടപ്പെട്ടിട്ടുണ്ട്, എന്താവശ്യം ഉണ്ടെങ്കിലും നമ്മളോട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് ആ മനുഷ്യൻ അവിടെ എണീറ്റ് പോകും. അയാൾ പോയതിനു ശേഷം ഹീറോയിന് ഡൗട്ട്, അച്ഛൻ എവിടെ നിന്നാണ് ഇത്രയും പൈസ കിട്ടിയത് ബെറ്റ് വെക്കാനായിട്ട്? ഇനിയിപ്പം അമ്മയുടെ പേരും പറഞ്ഞ അച്ഛനാണെങ്കിലോ പൈസ അടിച്ചു മാറ്റിയത്, അമ്മ ഒളിച്ചോടി പോയിട്ടില്ലെങ്കിലോ, എന്റെ അമ്മ എവിടെ പോയി? ഈ ഒരു ഡൗട്ടൊക്കെ അവളുടെ മനസ്സിലോട്ട് വരും. ഇനിയിപ്പോ അച്ഛൻ അമ്മേനെ കൊന്നതാണെങ്കിലോ, പൈസയ്ക്ക് വേണ്ടിയിട്ട് അറിയാൻ പാടില്ല, മുമ്പോട്ട് പോകുമ്പോൾ മനസ്സിലാക്കാം. ഹീറോനോട് ഈ ഡൗട്ടൊക്കെ പറയും. എന്നാൽ ഹീറോ പറയും, അങ്ങനെയൊന്നും ആയിരിക്കത്തില്ല, നിന്റെ അമ്മ ജീവനോടെ തന്നെ കാണും, നമുക്ക് കോളേജിൽ പോകുമ്പോൾ അവിടെ പോയി അന്വേഷിക്കാം അമ്മ ജീവനോടുണ്ടോ ഇല്ലയോ എന്ന്. അമ്മേനെ കണ്ടിട്ട് അമ്മയോട് തന്നെ നമുക്ക് സത്യങ്ങൾ ചോദിക്കാം. ഹീറോയിൻ ഇത് കേൾക്കുമ്പോൾ സമാധാനപ്പെടും. അമ്മ ജീവനോടുണ്ടെന്ന് പറഞ്ഞപ്പോഴേ ഹീറോയിന്റെ അമ്മയുടെ കഥകൾ ഹീറോയിനോട് പറയാൻ തുടങ്ങും. ആ കഥയിലോട്ട് നമ്മളെയും കൊണ്ടുപോകും. ഒരു ദിവസം ഹീറോയിന്റെ അമ്മ റൂമിലിരുന്നപ്പോൾ ആ റൂമിൽ വേറെ ആരുമില്ല, അതുകൊണ്ട് തന്നെ അവിടുത്തെ റേഡിയോ തുറന്നു നോക്കും. ആ റേഡിയോയിൽ 2 ബോട്ട് ടിക്കറ്റ് ഉണ്ട്. ആ ബോട്ട് ടിക്കറ്റ് കൊടുത്തത് സ്റ്റൈലന്റെ അച്ഛനാണ്. സ്റ്റൈലന്റെ അച്ഛൻ പ്രതിഫലമായിട്ട് സഹായമായിട്ട് കൊടുത്തതാണ്, അന്ന് രക്ഷിച്ചതിന്റെ സഹായമായിട്ട് കൊടുത്തതാണ്. ആ ഒരു ബോട്ട് ടിക്കറ്റ് ഹീറോയിന്റെ അമ്മയ്ക്കും മറ്റേ ബോട്ട് ടിക്കറ്റ് ഹീറോയിനുമാണ്. ഇത് നോക്കി നിൽക്കുമ്പോൾ ആരോ പുറത്തുനിന്ന് വിളിക്കും. പെട്ടെന്ന് തന്നെ റേഡിയോയിൽ അത് തിരിച്ചു വെച്ചിട്ട് പുറത്തിറങ്ങി ചെല്ലും. അവിടെ ചെല്ലുമ്പോൾ ഒരു ലേഡിയാണ് വിളിക്കുന്നത്. ഈ അമ്മ വർക്ക് ചെയ്യുന്ന ഫാക്ടറിയിൽ പെട്ടെന്ന് ചെല്ലണം, അവിടെ പൈസ വന്നിട്ടുണ്ട്, അത് എണ്ണി തിട്ടപ്പെടുത്താനായിട്ട്. അക്കൗണ്ടന്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ 11 മണിക്ക് ചെല്ലാൻ പറയും. അമ്മയ്ക്ക് ടെൻഷനാവും, 11 മണിക്കോ, ഞാൻ നോക്കട്ടെ എന്ന് പറയും. കുറച്ച് കഴിയുമ്പോൾ അച്ഛനും മോളും പുറത്തോട്ടിറങ്ങും. ഹീറോയിനും അച്ഛനും പോണേന് മുമ്പ് അമ്മ ഹീറോയിനെ വിളിച്ചൊന്ന് കെട്ടിപ്പിടിക്കും. അവളുടെ കയ്യിൽ എന്തോ ഒരു സാധനം കൊടുക്കുന്നുണ്ട്. മോൾക്ക് കുക്കി കഴിക്കാൻ പോണോന്ന് ചോദിക്കും. അതുപോലെ തന്നെ ഈ കുക്കി വേറെ ആർക്കും കൊടുക്കില്ലെന്ന് പറയും. ആ പേപ്പറിന്റെ കാര്യമാണ്, ആരും അറിയാൻ പാടില്ല, അച്ഛൻ പോലും അറിയാൻ പാടില്ല എന്ന് കോഡ് ഭാഷയിൽ സംസാരിക്കും. കുക്കിയുടെ പേരും പറഞ്ഞിട്ട് ഹീറോയിൻ അത് കയ്യിൽ നല്ല രീതിയിൽ ചുരുട്ടി പിടിക്കും. അച്ഛന്റെ കൂടെ പോവുകയും ചെയ്യും. പിന്നീട് നമ്മളെ കാണിക്കുന്നത് ഈ മോൾ ഓടി വരും. അമ്മ പറഞ്ഞ സ്ഥലത്തില്ലേ, ആ സ്ഥലത്ത് ഓടി വരും. എവിടെ നിന്നിട്ട് ആ കുക്കി കഴിക്കാന്ന് പറഞ്ഞിട്ടുള്ള ഒരു മുത്തശ്ശിയുടെ കടയുടെ അവിടെ. ആ കടയുടെ അവിടെ വന്നിട്ട് ആ പേപ്പർ തുറന്ന് നോക്കും. ആ പേപ്പറിൽ എഴുതിയിരിക്കുന്നത്
11 മണിയാകുമ്പോൾ അമ്മയെ കാത്ത് ഇവിടെ നിൽക്കണമെന്നാണ്. അമ്മ ഇവിടെ വരാന്ന്. അതുകൊണ്ടാണ് ആ ലേഡി വന്ന് വിളിച്ചപ്പോൾ ഹീറോയിന്റെ അമ്മയുടെ മുഖത്ത് ആ ടെൻഷൻ വന്നത്. 11 മണിക്ക് ഹീറോയിന്റെ അമ്മ ഇവിടെ ഓടി രക്ഷപ്പെടാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഹീറോയിനെയും കൊണ്ട്. എന്നാൽ 11 മണിക്ക് ഫാക്ടറിയിൽ നിന്ന് വിളിച്ചു. ഇപ്പൊ ഹീറോയിൻ വന്നത് 11:10-നാണ്. ഇപ്പൊ കടയിൽ ചോദിക്കുമ്പോഴാണ് അവര് പറഞ്ഞു കൊടുക്കുന്നത് 11:10 ആയെന്ന്. 10 മിനിറ്റ് വൈകി. അമ്മ എന്നിട്ട് എന്ത് ചെയ്യും? 10 മിനിറ്റ് ആയിട്ടും അമ്മ ഇവിടെ വന്നിട്ടില്ല. 11 മണിക്ക് അമ്മ വരാന്ന് പറഞ്ഞതല്ലേ. ഹീറോയിൻ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കും. ഹീറോയിൻ കുറെ നേരം വെയിറ്റ് ചെയ്തിട്ടും അമ്മ വന്നില്ല. ഇത് ഹീറോനോട് പറയും, അമ്മ എവിടെ പോയി? അമ്മ എന്നെയും കൊണ്ടല്ലേ പോകത്തുള്ളൂ. ഒരു ബോട്ട് ടിക്കറ്റ് അമ്മയ്ക്കും മറ്റേ ബോട്ട് ടിക്കറ്റ് എനിക്ക് വരുന്നു. പിന്നെ അമ്മ എവിടെ പോയി? അമ്മ പെട്ടെന്ന് എങ്ങനെ മാറിപ്പോയി? അമ്മേനെ കാണാതായി. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഹീറോയിന് ഡൗട്ട് അടിച്ചത്. എന്നാൽ ഹീറോ സമാധാനപ്പെടുത്തും, അങ്ങനെയൊന്നും ആയിരിക്കത്തില്ല, അമ്മ എവിടെയെങ്കിലും ജീവനോടെ കാണും, അച്ഛന്റെ ഉപദ്രവം സഹിക്കാൻ വയ്യാതെ പോയതാണെന്ന്. കട്ട് ചെയ്താൽ 2026 മോളും മോനും അവിടെ നിൽക്കുമ്പോൾ അവരുടെ ഫോണിലോട്ട് കോള് വരും. വിളിച്ചത് സെക്യൂരിറ്റിയാണ്. ആ മെയിൽ ബോക്സ് പൊളിച്ച് മാറ്റാൻ പോകുന്നെന്ന് പറയും. അതുകൊണ്ട് തന്നെ ഇവർക്ക് രണ്ടുപേർക്കും പെട്ടെന്ന് ലെറ്റർ അയക്കാനായിട്ട് അവിടെ ചെല്ലണം. മോൾ അവനോട് പെട്ടെന്ന് റെഡിയാവും, നമുക്ക് ലെറ്റർ അയക്കാനുള്ളതാ, അവിടെ പോകാനുള്ളതാന്ന് പറഞ്ഞിട്ട് അവൾ ഒരുങ്ങാനായിട്ട് പോകും. എന്നാലും മോനറിയാം ലെറ്റർ അയച്ചാൽ ഈ പ്രശ്നങ്ങളൊക്കെ വരാതാവും, അവൻ ജനിക്കത്തില്ല എന്നുള്ള കാര്യം. ഇത് ആലോചിച്ച് അവൻ അവിടെ തളർന്നിരുന്നു പോകും. നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് പാസ്റ്റ് മാറിയാൽ ഫ്യൂച്ചർ എന്തായാലും മാറും. ഇപ്പൊ ഇവരുണ്ടാക്കാൻ പോകുന്ന ചേഞ്ചസ് ഇല്ലേ, അത് എന്തായാലും ഫ്യൂച്ചറിൽ വരും. ഇവൻ ജനിക്കാതെ വരും എന്തെങ്കിലും വ്യത്യാസം വന്നാൽ. അതുകൊണ്ട് തന്നെ അവന് പേടിയുണ്ട്. അവനവിടെ ആലോചിച്ചിരിക്കും എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാതെ. മോള് വന്ന് വിളിക്കും പോകാനായിട്ട്. അതുകൊണ്ട് തന്നെ തൽക്കാലത്തേക്ക് ആലോചനയൊക്കെ മാറ്റി വെച്ചിട്ട് മോളുടെ കൂടെ എയർപോർട്ടിൽ ചെല്ലും. പെട്ടെന്ന് തന്നെ മെയിൽ ബോക്സിന്റെ അടുത്ത് ചെല്ലാനായിട്ട് എയർപോർട്ടിൽ ചെല്ലുമ്പോൾ മോളുടെ ഫോണിലോട്ട് കോള് വരും. വിളിച്ചത് പോലീസ് സ്റ്റേഷനിൽ നിന്നാണ്. എന്താ സംഭവം എന്ന് അറിയാനായിട്ട് രണ്ടുപേരും കൂടെ പോലീസ് സ്റ്റേഷനിൽ ചെല്ലും. അവിടെ ചെല്ലുമ്പോഴാണ് അച്ഛനെ കണ്ടുപിടിച്ചെന്നുള്ള കാര്യം അറിയുന്നത്. നേരെ ഒരു ഹോസ്പിറ്റലിൽ ചെല്ലും. ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ആ റൂമിൽ ചെല്ലും, അച്ഛനെ കിടത്തിയിരിക്കുന്ന റൂമിൽ. അച്ഛനെ ഒരു സെമിത്തേരിയിൽ നിന്നാണ് കണ്ടുപിടിച്ചിട്ടുള്ളത്. ഒരു സെമിത്തേരിയിൽ അങ്ങനെ ഇരുന്നായിരുന്നു കുറെ നേരം. അവിടുത്തെ ആൾക്കാരാണ് വന്ന് പോലീസിനെ വിളിച്ച് പറഞ്ഞത് അത് അച്ഛനാണെന്നുള്ള കാര്യം. ഏത് സെമിത്തേരിയാണ്? അവന്റെ മരണം ഫേക്ക് ചെയ്തിട്ടുള്ള ആ സെമിത്തേരി. പിന്നെ നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? ആ സെമിത്തേരി ഇവര് പണ്ട് ജീവിച്ചിരുന്ന ആ സ്ഥലത്താണ്. ഹീറോയിനും ജീവിച്ചിരുന്ന ആ സ്ഥലത്താണ്. അതുകൊണ്ടാണ് ഹീറോന്റെ പെട്ടിന്ന് കുറെ അധികം ട്രെയിൻ ടിക്കറ്റ് കിട്ടിയത്. ഹീറോ ഇപ്പം ജീവിക്കുന്ന സ്ഥലത്ത് നിന്ന് പഴയ സ്ഥലത്തോട്ട് പോകുന്നത് കൊണ്ടാണ് ആ ട്രെയിൻ ടിക്കറ്റ് കിട്ടിയത്. സെമിത്തേരിയിലാണ് അവൻ പോകുന്നത്. എന്തിനാ? ഹീറോയിനെ കാണാനായിട്ട്. മോള് വന്ന് റൂമിൽ നോക്കുമ്പോൾ ഹീറോനെ കാണാനില്ല. ഹീറോ വീണ്ടും അവിടെ നിന്ന് ഇറങ്ങി ഓടി സെമിത്തേരിയിൽ വന്നിരിപ്പുണ്ട്. ഹീറോയിൻ ഒരു താരാട്ട് പാട്ട് പാടിയില്ലേ അവളുടെ അമ്മ പാടിക്കൊടുത്ത്, അത് ആലോചിച്ച് അതിനൊത്ത് പാടാൻ തുടങ്ങും. അപ്പൂപ്പനായിട്ടുള്ള ഹീറോ ഇതൊക്കെ ആലോചിച്ച് അവിടെ ഇരിക്കുമ്പോൾ ഹീറോയിൻ അങ്ങോട്ട് വരും നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ടിട്ട്. ഹീറോയിൻ മരിച്ച കാര്യം അപ്പൂപ്പൻ അറിഞ്ഞിട്ടുണ്ട്, അപ്പൂപ്പൻ ഹീറോ. അതുകൊണ്ടാണ് ഈ സെമിത്തേരിയിൽ വന്ന് അങ്ങനെ ഇരിക്കുന്നത്. ഹീറോയിൻ ഇപ്പോൾ ഒരു വെള്ള ഡ്രസ്സൊക്കെ ഇട്ട് അങ്ങോട്ട് വരും. ക്യാമറ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് മാറുമ്പോൾ അപ്പൂപ്പൻ ഹീറോ ആയിട്ട് മാറും. ചെറുപ്പകാലാവും. രണ്ടുപേരും കൂടെ കൈയും പിടിച്ച് അവിടെ നിന്ന് ഓടും. ഓടി ഓടി പെട്ടെന്നൊരു ട്രാൻസ്ഫർമേഷൻ ആണ്. ഒരു മഞ്ഞുള്ള ലോകത്ത് ചെല്ലും. മഞ്ഞ് വീണുകൊണ്ടിരിക്കുകയാണ്. ഹീറോയിന് മഞ്ഞ് കാണണമെന്ന് നല്ല ആഗ്രഹമല്ലായിരുന്നു. അത് ഓർത്തിട്ടാണ് ഇപ്പൊ രണ്ടുപേരും കൂടെ മഞ്ഞുള്ള ലോകത്ത് ചെല്ലുന്നത്. അവരവിടെ കിടന്ന് ചുറ്റി കളിക്കാൻ തുടങ്ങും കൈ പിടിച്ചിട്ട്. മഞ്ഞ് കാണുമ്പോൾ ഒരുപാട് സന്തോഷമല്ലേ, അതുകൊണ്ടാണ്. സന്തോഷം കാരണം ഇവർ രണ്ടുപേരും കൂടെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതായിട്ട് കാണിച്ചുകൊണ്ട് 11ാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഈ എപ്പിസോഡ് മനസ്സിലായോ? ഞാൻ പറഞ്ഞു തന്നത് മനസ്സിലായില്ലെങ്കിൽ എൻ്റെ അടുത്ത് കമന്റിൽ ചോദിച്ചാൽ മതി, ഞാൻ ബാക്കി പറഞ്ഞു തരാം. ഒരു മടിയും വിചാരിക്കില്ല കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഇതിന്റെ പൂർണ്ണ ഉത്തരവാദി ഞാൻ തന്നെയാണ്. ഞാൻ പറഞ്ഞു തന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് കാണും. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ എൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. എന്നാൽ പിന്നെ ലൈക്ക് ചെയ്യാത്തൊരു ലൈക്ക് ചെയ്തോളൂ, ഹൈപ്പ് ചെയ്യാത്തൊരു ഹൈപ്പ് ചെയ്തോളൂ. അപ്പോൾ ഓക്കെ, ബൈ.